പലപ്പോഴും ആറ്റംസിനെ കുറിച്ചും മോളിക്യൂൾസിനെ കുറിച്ചും സംസാരിക്കുമ്പോഴൊക്കെ ഇതൊക്കെ വെറും നിഗമനങ്ങൾ മാത്രമല്ലേ, അല്ലാതെ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് പോലും ഇവയെ ഒന്നും കാണാൻ കഴിയില്ലല്ലോ എന്ന് പലരും ചിന്തിക്കാറുണ്ട്. എന്നാൽ ആറ്റംസിൻ്റെയും മോളിക്യൂൾസിൻ്റെയും ചിത്രം എടുക്കാൻ കഴിയുന്ന മൈക്രോസ്കോപ്പുകൾ ഇന്ന് നമുക്കുണ്ട്. ആറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചെടുത്ത ഒരു തന്മാത്രയുടെ ആക്ച്വൽ ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആ തന്മാത്രയുടെ സ്ട്രക്ചർ എങ്ങനെയിരിക്കും എന്നുള്ളതിൻ്റെ തിയററ്റിക്കൽ പ്രഡിക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് രണ്ടും ഓൾമോസ്റ്റ് മാച്ചിങ് ആണ്. അതുപോലെ തന്നെ ക്വാണ്ടം മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചെടുത്ത ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതും തിയററ്റിക്കൽ പ്രഡിക്ഷനുമായിട്ട് നല്ല പോലെ മാച്ചിങ് ആണ്. വളരെ സൂക്ഷ്മം എന്ന് നമ്മൾ കരുതിയിരുന്ന പല വസ്തുക്കളുടെയും ചിത്രങ്ങൾ ഇന്ന് വിവിധ തരം മൈക്രോസ്കോപ്പുകൾ ഉപയോഗിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു വസ്തുവിനെ അതിൻ്റെ യഥാർത്ഥ വലുപ്പത്തിൻ്റെ 1000 ഇരട്ടിയായി മാഗ്നിഫൈ ചെയ്യാൻ കഴിയുന്ന ഓപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് മുതൽ 1,000,000 തവണ ഇരട്ടിയായി മാഗ്നിഫൈ ചെയ്യാൻ കഴിയുന്ന ആറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പ് വരെ ഇന്നുണ്ട്. ഇത്തരം മൈക്രോസ്കോപ്പുകളെ കുറിച്ചും അവ ഉപയോഗിച്ച് എടുക്കാൻ കഴിയുന്ന ചിത്രങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, സയൻസ് ഫോർ മാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വസ്തുവിൻ്റെ ഷേപ്പ് എങ്ങനെ ഇരിക്കും എന്നതിൻ്റെ ഏറ്റവും നല്ലൊരു റെപ്രസെൻറ്റേഷനാണ് ആ വസ്തുവിൻ്റെ ചിത്രം. സാധാരണ ഒരു വസ്തുവിൻ്റെ ചിത്രം എടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രകാശമാണ്. അതായത് ആ വസ്തു എങ്ങനെ ഇരിക്കും എന്നുള്ള ഇൻഫർമേഷൻ നമ്മുടെ കണ്ണിലോ അല്ലെങ്കിൽ ക്യാമറ പോലെയുള്ള ഉപകരണത്തിലോ എത്തിക്കുന്നത് ആ വസ്തുവിൽ നിന്നും വരുന്ന പ്രകാശമാണ്. ഒരു വസ്തുവിൽ നിന്നും വരുന്ന പ്രകാശം എന്ന് പറയുമ്പോൾ അത് പല തരത്തിലുണ്ടാവാം. ഒന്നല്ലെങ്കിൽ അത് ആ വസ്തു തന്നെ ഉണ്ടാക്കുന്ന പ്രകാശമാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഴ്സിൽ നിന്നുള്ള പ്രകാശത്തെ ആ വസ്തു റിഫ്ലക്റ്റ് ചെയ്യുന്നതാകാം. അതായത് സൂര്യനിൽ നിന്നോ ബൾബിൽ നിന്നോ ക്യാമറയുടെ ഫ്ലാഷിൽ നിന്നുള്ള പ്രകാശം ആ വസ്തുവിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്നതാവാം. ഇനി ആ വസ്തുവിലൂടെ കടന്നു പോകുന്ന പ്രകാശം ഉപയോഗിച്ചെടുക്കുന്ന ചിത്രങ്ങളും ഉണ്ട്. അതാണ് എക്സ്റേ ഇമേജ്. ഒരു വസ്തുവിൻ്റെ ചിത്രം എടുക്കാൻ എല്ലായ്പ്പോഴും പ്രകാശം തന്നെ ഉപയോഗിക്കണമെന്നില്ല. ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ പ്രകാശത്തിന് പകരം ഉപയോഗിക്കുന്നത് ഇലക്ട്രോൺ ബീമുകളാണ്. അതുകൂടാതെ ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ചും നമ്മൾ ചിത്രങ്ങൾ എടുക്കാറുണ്ട്. അൾട്രാസൗണ്ട് സ്കാനിങ് വഴി നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ നമ്മൾ എടുക്കാറുണ്ട്. നേര് എന്ന സിനിമയിൽ കണ്ണ് കാണാത്ത നായിക ഒരാളുടെ മുഖം വിരലുകൾ കൊണ്ട് സ്പർശിച്ചു നോക്കിയ ശേഷം അയാളുടെ പ്രതിമ ഉണ്ടാക്കുന്ന ഒരു രംഗമുണ്ട്. അത് പ്രാക്ടിക്കലി എത്രത്തോളം സാധ്യമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അതേ മെത്തേഡ് വഴി ഒരു 3D ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് കമ്പ്യൂട്ടറിലേക്ക് സ്കാൻ ചെയ്തെടുക്കുന്ന ഉപകരണങ്ങൾ ഇന്നുണ്ട്. അങ്ങനെയും ഒരു വസ്തുവിൻ്റെ 3D ഇമേജ് ഉണ്ടാക്കാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, ഒരു വസ്തുവിൻ്റെ ഷേപ്പും സ്ട്രക്ചറും കൃത്യമായി ഒപ്പിയെടുക്കാൻ കഴിയുന്ന ഏതൊരു രീതി ഉപയോഗിച്ചും നമുക്ക് ആ വസ്തുവിൻ്റെ ചിത്രം എടുക്കാൻ കഴിയും. ഒരു രീതി പരാജയപ്പെടുന്നിടത്ത് നമ്മൾ അടുത്ത രീതി ഉപയോഗിക്കുന്നു മാത്രം. അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഒരു ഓപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൻ്റെ ഇമേജാണ്. ഇത്തരം മൈക്രോസ്കോപ്പുകൾ പ്രകാശം ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു വസ്തുവിലൂടെ കടന്നു പോവുകയോ അതിൽ നിന്നും പ്രതിഫലിക്കുകയോ ചെയ്യുന്ന പ്രകാശത്തെ ലെൻസുകൾ ഉപയോഗിച്ച് മാഗ്നിഫൈ ചെയ്യുന്നത് വഴിയാണ് ഇത്തരം മൈക്രോസ്കോപ്പുകൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് കിട്ടുന്ന മാഗ്നിഫിക്കേഷൻ 1000x മുതൽ 2000x വരെയാണ്. അതായത് 2000 ഇരട്ടി. ഇതുപയോഗിച്ച് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെയും അതിലെ വിവിധ ഘടകങ്ങളെയും നമുക്ക് കാണാൻ കഴിയും. ബാക്ടീരിയ കോശങ്ങളെയും ചില വലിയ വൈറസുകളെയും ഒരു പരിധി വരെ നമുക്ക് ഇത് ഉപയോഗിച്ച് കാണാൻ കഴിയും. പക്ഷേ അതിലും വിട്ട് ചെറിയ വസ്തുക്കളെ വ്യക്തമായി കാണാൻ ഇത്തരം മൈക്രോസ്കോപ്പുകൾ ഉപയോഗിച്ച് ബുദ്ധിമുട്ടാണ്. ഒരു മൈക്രോസ്കോപ്പിൻ്റെ കഴിവ് പറയാൻ അതിൻ്റെ മാഗ്നിഫിക്കേഷൻ പറയുന്നതിനേക്കാൾ ശരിയായ മാർഗം അതിൻ്റെ റെസല്യൂഷൻ പറയുന്നതാണ്. അടുത്തടുത്തുള്ള 2 വരകളെ 2 വ്യത്യസ്ത വരകളായി വേർതിരിച്ച് കാണാനുള്ള മൈക്രോസ്കോപ്പിൻ്റെ കഴിവിനെയാണ് റെസല്യൂഷൻ എന്ന് പറയുന്നത്. ഓപ്റ്റിക്കൽ മൈക്രോസ്കോപ്പുകളുടെ മാക്സിമം റെസല്യൂഷൻ 200 നാനോമീറ്റർ ആണ്. അതായത് 200 നാനോമീറ്റർ അകലത്തിലുള്ള 2 വരകളെ വരെ 2 വ്യത്യസ്ത വരകളായിട്ട് ഇതിലൂടെ കാണാം. അതിൽ വിട്ട് അടുത്തുള്ള 2 വരകളെ ഒരൊറ്റ വരയായിട്ട് ഇതിലൂടെ കാണാൻ കഴിയും. അതാണ് 200 നാനോമീറ്റർ റെസല്യൂഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് പ്രധാന കാരണമാവുന്നത് ആ വസ്തുവിനെ കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രകാശത്തിൻ്റെ വേവ് ലെങ്ത് അഥവാ തരംഗ ദൈർഘ്യമാണ്. അതായത് പ്രകാശം ഒരു വസ്തുവിൽ തട്ടി പ്രതിഫലിക്കുമ്പോഴോ പ്രകാശത്തെ ആ വസ്തു തടഞ്ഞു നിർത്തുമ്പോഴോ ആണ് നമ്മൾ ആ വസ്തുവിനെ കാണുന്നത്. എന്നാൽ അതിലൂടെ കടന്നു പോകുന്ന പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യത്തിനേക്കാൾ ചെറുതാണ് ആ വസ്തുവെങ്കിൽ അത് പ്രകാശത്തെ തടഞ്ഞു നിർത്തുകയോ റിഫ്ലക്റ്റ് ചെയ്യുകയോ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. മറിച്ച് പ്രകാശം ആ വസ്തുവിനെ ഈസിയായി കടന്നു പോകാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് വളരെ ചെറിയ വസ്തുക്കളെ കാണാൻ ശ്രമിക്കുമ്പോൾ അതിനായി നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയത്തിൻ്റെ വേവ് ലെങ്ത് ഒരു വലിയ പ്രശ്നമായിട്ട് വരും.
ഒരു ഓപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രകാശത്തിന്റെ വേവ് ലെങ്ത് 400 മുതൽ 700 നാനോമീറ്റർ വരെയാണ്. അത്തരം പ്രകാശം ഉപയോഗിച്ച് നമുക്ക് കിട്ടാവുന്ന മാക്സിമം റെസല്യൂഷൻ 200 നാനോമീറ്റർ ആണ്. ഇനി കുറെ കൂടി വേവ് ലെങ്ത് കുറവുള്ള അൾട്രാ വയലറ്റ് പ്രകാശം ഉപയോഗിക്കാം എന്ന് വിചാരിച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില്ലുകൊണ്ടുണ്ടാക്കിയ ലെൻസ് ഉപയോഗിച്ച് അൾട്രാ വയലറ്റ് പ്രകാശത്തെയോ അതിനേക്കാൾ വേവ് ലെങ്ത് കുറവുള്ള എക്സ്റേ പ്രകാശത്തെയോ ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് പ്രകാശം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മൈക്രോസ്കോപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് കിട്ടാവുന്ന മാക്സിമം റെസല്യൂഷൻ 200 നാനോമീറ്റർ ആണ്. അവിടെയാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളുടെ റോള് വരുന്നത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് പ്രകാശത്തിന് പകരം ഉപയോഗിക്കുന്നത് അതിവേഗം സഞ്ചരിക്കുന്ന ഇലക്ട്രോണുകളുടെ ബീമാണ്. ആ ബീമിനകത്തുള്ള ഇലക്ട്രോണുകളെ ഒരു വസ്തു തടഞ്ഞു നിർത്തുകയോ റിഫ്ലക്റ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അത് ഡിറ്റക്ട് ചെയ്താണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ചിത്രമെടുക്കുന്നത്. ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് ഇലക്ട്രോണുകൾക്കും തരംഗ സ്വഭാവമുണ്ട്. പക്ഷേ ഇലക്ട്രോണുകളുടെ തരംഗ ദൈർഘ്യം അവയുടെ എനർജി അനുസരിച്ചിരിക്കും. അപ്പോൾ കൂടുതൽ എനർജിയുള്ള ഇലക്ട്രോണിന്റെ ബീം ഉപയോഗിച്ചാൽ തീരെ ചെറിയ വേവ് ലെങ്ത് കിട്ടും. ഒരു ഓപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൽ 400 നാനോമീറ്റർ വരെയുള്ള പ്രകാശമാണ് ഉപയോഗിക്കാറ് എന്ന് പറഞ്ഞിരുന്നല്ലോ. ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ 0.001 നാനോമീറ്റർ വേവ് ലെങ്ത് ഉള്ള ഇലക്ട്രോണുകളെ വരെ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ഇത്തരം മൈക്രോസ്കോപ്പുകളിൽ 0.05 നാനോമീറ്റർ വരെ റെസല്യൂഷൻ കിട്ടും. ഈ ഒരു റെസല്യൂഷൻ വെച്ച് നമ്മുടെ കോശങ്ങൾക്കകത്തുള്ള മൈറ്റോകോൺട്രിയ, റൈബോസോമൊക്കെ പോലെയുള്ള ഓർഗനൽസിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ കഴിയും. അവയെ ഉണ്ടാക്കിയിരിക്കുന്ന പ്രോട്ടീനിന്റെ ഘടനയും DNA ഘടനയും ഒക്കെ ഇതുവഴി കാണാൻ സാധിക്കും. വളരെ ചെറിയ വൈറസുകളെ വരെ നമുക്ക് ഇതിലൂടെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. അതുപോലെ തന്നെ പല പദാർത്ഥങ്ങളിലെയും ആറ്റംസിന്റെ അറേഞ്ച്മെന്റ് ഇതുപയോഗിച്ച് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഗ്രാഫീൻ എന്നറിയപ്പെടുന്ന കോമ്പൗണ്ടിൽ കാർബൺ ആറ്റംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഹെക്സഗൺ ഷേപ്പിലുള്ള കള്ളികൾ അടങ്ങിയ ഒരു നെറ്റിന്റെ രൂപത്തിലാണ്. ഈ ഹെക്സഗന്റെ ഓരോ മൂലയിലും ഓരോ കാർബൺ ആറ്റം ഉണ്ടാവും. ഈ ഒരു സ്ട്രക്ചർ ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിന്റെ ഈ ഓരോ മൂലയിലും ബ്രൈറ്റ് ആയിട്ട് കാണുന്നത് ഓരോ കാർബൺ ആറ്റമാണ്. ഒരു ഓപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൽ പ്രകാശം ഫോക്കസ് ചെയ്യാൻ ലെൻസ് ഉപയോഗിക്കുന്നത് പോലെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇലക്ട്രോൺ ബീമിനെ ഫോക്കസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റുകളാണ്. അതുകൊണ്ട് വേവ് ലെങ്ത് കുറയ്ക്കാൻ വേണ്ടി ഇലക്ട്രോൺസിന്റെ വേഗത കൂട്ടുമ്പോൾ അതനുസരിച്ച് ഇലക്ട്രോ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് കൂട്ടിക്കൊണ്ട് ഫോക്കസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു പരിധി വരെ സാധിക്കും. എങ്കിലും വളരെ ഉയർന്ന വേഗതയിൽ ഇത് സാധിക്കാതെയാവും. അതാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ മാക്സിമം കപ്പാസിറ്റിയെ നിയന്ത്രിക്കുന്ന ഒരു ഘടകം. ഇനി നമുക്ക് നോക്കാനുള്ളത് ആറ്റംസിന്റെയും മോളിക്യൂൾസിന്റെയും ഇമേജ് പകർത്താൻ ഉപയോഗിക്കുന്ന ക്വാണ്ടം ടണലിംഗ് മൈക്രോസ്കോപ്പിനെ കുറിച്ചും ആറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പിനെ കുറിച്ചുമാണ്. ഇവ രണ്ടിന്റെയും പ്രവർത്തന രീതികൾ തമ്മിൽ ചില സാമ്യങ്ങളുണ്ട്. ഇത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ഉദാഹരണം പണ്ടത്തെ ഗ്രാമഫോൺ അല്ലെങ്കിൽ റെക്കോർഡ് പ്ലെയറിന്റെ ഒക്കെ ഉദാഹരണമാണ്. ഒരു റെക്കോർഡ് പ്ലെയറിൽ ശബ്ദത്തിന്റെ സിഗ്നലുകൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് റെക്കോർഡ് എന്ന് വിളിക്കുന്ന ഈ ഡിസ്കിന്റെ സർഫസിൽ വട്ടത്തിൽ എൻഗ്രേവ് ചെയ്തിരിക്കുന്ന ട്രാക്കുകളിലാണ്. ഈ ട്രാക്കിലുള്ള ഉയർച്ചയുടെയും താഴ്ചയുടെയും രൂപത്തിലാണ് ഇവിടെ സൗണ്ട് സിഗ്നൽസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ട്രാക്കിലൂടെ ഒരു സൂചി ചലിക്കുമ്പോൾ ഈ ഉയർച്ചയും താഴ്ചയും കാരണം സൂചിക്കുണ്ടാകുന്ന ചലനങ്ങളാണ് ആംപ്ലിഫൈ ചെയ്ത് ശബ്ദമായിട്ട് നമ്മൾ കേൾക്കുന്നത്. ഏകദേശം ഇതിന് സമാനമായ രീതിയിൽ വളരെ പോളിഷ്ഡ് ആയ ഒരു മെറ്റൽ സർഫസിന്റെ മുകളിലൂടെ വളരെ കൂർത്ത ഒരു നീഡിൽ ചലിക്കുന്നു എന്ന് വിചാരിക്കുക. ഈ മെറ്റൽ സർഫസിലെ ഓരോ ആറ്റത്തിന്റെയും മുകളിലൂടെ സൂചി കടന്നു പോകുന്നത് കൃത്യമായി സെൻസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന മൈക്രോസ്കോപ്പുകളാണ് ക്വാണ്ടം ടണലിംഗ് മൈക്രോസ്കോപ്പും ആറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പും. പക്ഷേ ഒരു വ്യത്യാസമുള്ളത്, ഈ സൂചി ഒരിക്കലും ഈ മെറ്റൽ സർഫസിൽ ടച്ച് ചെയ്യില്ല. പകരം അതിലെ ആറ്റംസിന്റെ തൊട്ടു മുകളിൽ കൂടെ ആയിരിക്കും ഈ സൂചി കടന്നു പോകുന്നത്. അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഈ സൂചിയുടെ ടിപ്പും താഴെയുള്ള ആറ്റംസും തമ്മിലുള്ള ദൂരം എത്രയാണെന്ന് മനസ്സിലാക്കാൻ വ്യത്യസ്ത സംവിധാനങ്ങൾ ഈ രണ്ട് മൈക്രോസ്കോപ്പിലും ഉണ്ട്. ഒരു ടണലിംഗ് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത് ക്വാണ്ടം ടണലിംഗ് എന്ന പ്രതിഭാസമാണ്. ഈ സൂചിയിൽ നിന്നും ടണലിംഗ് കറണ്ട് എന്നൊരു കറണ്ട് താഴെയുള്ള മെറ്റൽ ആറ്റംസിലേക്ക് ഒഴുകുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ആറ്റത്തിന്റെ മുകളിൽ സൂചി എത്തുന്ന സമയത്ത് ടണലിംഗ് കറണ്ടിന്റെ അളവ് കൂടും. രണ്ട് ആറ്റങ്ങളുടെ ഇടയിലുള്ള ഗ്യാപ്പിന്റെ മുകളിൽ എത്തുമ്പോൾ കറണ്ടിന്റെ അളവ് കുറയും. ഈ മെറ്റലിന്റെ മുകളിലൂടെ സൂചി കടന്നു പോകുമ്പോൾ ഈ കറണ്ടിലുള്ള ഏറ്റക്കുറച്ചിൽ രേഖപ്പെടുത്തും. അങ്ങനെ ഈ സൂചി തുടർച്ചയായിട്ട് മെറ്റൽ സർഫസിനെ സ്കാൻ ചെയ്യുമ്പോൾ അതിലെ ആറ്റംസിന്റെ പൊസിഷനും ആറ്റംസ് തമ്മിലുള്ള ഗ്യാപ്പും കൃത്യമായിട്ട് രേഖപ്പെടുത്തും. അങ്ങനെയാണ് ഒരു സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ് പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ സൂചിയുടെ ടിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്.
താഴെയുള്ള മെറ്റലിൻ്റെ ഒരു ആറ്റത്തിന് മുകളിൽ കൃത്യമായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ സൂചി വളരെ വളരെ ഷാർപ്പായിരിക്കണം. ഈ സൂചിയുടെ ടിപ്പ് ഒരു ആറ്റത്തിൻ്റെ വലുപ്പത്തിലേക്ക് കൂർപ്പിച്ചിട്ടുണ്ടാവണം. അത് സാധ്യമാക്കുക എന്നത് ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. പക്ഷേ ചില പ്രത്യേകതരം ഇലക്ട്രോ കെമിക്കൽ പ്രൊസീജിയർ വഴി അത് ഇന്ന് സാധ്യമാണ്. ആറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പും ഏകദേശം ഇതിന് സമാനമായ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെയും ഒരു സൂചി താഴെയുള്ള വസ്തുവിനെ സ്കാൻ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ സൂചിയും ആറ്റംസുമായുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്നത് ടണലിംഗ് കറണ്ട് അല്ല, മറിച്ച് സൂചിയുടെ മേൽ ആക്ട് ചെയ്യുന്ന ആറ്റോമിക് ഫോഴ്സ് ആണ്. അതായത് ഈ സൂചി പിടിപ്പിച്ചിരിക്കുന്നത് വളരെ നേർത്ത ഒരു കാൻഡിലിവറിൻ്റെ മുകളിലാണ്. ഈ സൂചിയുടെ മേലേക്ക് ഒരു ലേസർ രശ്മി അടിക്കുന്നുണ്ടായിരിക്കും. ആ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് ഈ സെൻസറിൽ പതിക്കും. സൂചി ഒരു ആറ്റത്തിൻ്റെ മേലെ വരുമ്പോഴും ഒരു ഗ്യാപ്പിൻ്റെ മേലെ വരുമ്പോഴും സൂചിയിന്മേൽ അനുഭവപ്പെടുന്ന ആറ്റോമിക് ഫോഴ്സിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഈ വ്യത്യാസം മൂലം ഈ കാൻഡിലിവർ വളയുന്നതിൻ്റെ അളവ് മാറും. അതനുസരിച്ച് ഈ ലേസർ രശ്മി പതിക്കുന്ന സ്ഥാനത്തിൽ മാറ്റം വരും. ഇത് രേഖപ്പെടുത്തിയാൽ താഴെയുള്ള വസ്തുവിൽ ആറ്റംസ് എവിടെയാണുള്ളത്, ഗ്യാപ്പ് എവിടെയാണുള്ളത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതുവഴി താഴെയുള്ള വസ്തുവിൽ ആറ്റംസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഷേപ്പും സ്ട്രക്ചറും മനസ്സിലാക്കാൻ കഴിയും. ഒരു ടണലിംഗ് മൈക്രോസ്കോപ്പ് ടണലിംഗ് കറണ്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് കറണ്ട് കടത്തിവിടുന്ന മെറ്റാലിക് വസ്തുക്കളെ മാത്രമേ ഇതുപയോഗിച്ച് സ്കാൻ ചെയ്യാൻ കഴിയൂ. എന്നാൽ ആറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ഏത് തരം പദാർത്ഥത്തിൻ്റെയും ആറ്റോമിക് ഘടന മനസ്സിലാക്കാൻ കഴിയും. വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച പെൻഡസീൻ എന്ന കോമ്പൗണ്ടിൻ്റെ ഈ തന്മാത്രയുടെ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചത് ആറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പാണ്. ഇത്തരത്തിൽ വേറെയും തന്മാത്രകളുടെ ഇമേജ് ഇത്തരം മൈക്രോസ്കോപ്പുകൾ ഉപയോഗിച്ച് എടുത്തിട്ടുണ്ട്. ആ തന്മാത്രകളുടെയൊക്കെ സ്ട്രക്ചറും ഷേപ്പും തിയറികൾ പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെയാണ് എന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ആ തിയറികൾ സ്ഥിരീകരിക്കപ്പെടുന്നത്. അപ്പോൾ പിന്നെ ആ തിയറികൾ ഉപയോഗിച്ച് പ്രെഡിക്റ്റ് ചെയ്യുന്ന തന്മാത്രകളുടെ ഷേപ്പും സ്ട്രക്ചറും ഒന്നും വെറും നിഗമനങ്ങൾ മാത്രമാണെന്ന് പറയാൻ കഴിയില്ല. നമ്മൾ ഇതുവരെ കണ്ട മൈക്രോസ്കോപ്പ് ടെക്നോളജികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന മൈക്രോസ്കോപ്പാണ് ഒരു ക്വാണ്ടം മൈക്രോസ്കോപ്പ്. അതുപയോഗിച്ചാണ് വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ചിത്രം എടുത്തിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ആറ്റത്തിനകത്തെ ഇലക്ട്രോണുകളുടെ സ്ഥാനം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ കടന്നു വരും. ഇലക്ട്രോണിൻ്റെ കൃത്യമായ സ്ഥാനം നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയില്ല. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോണിനെ കാണാൻ സാധ്യതയുള്ള പ്രോബബിലിറ്റി ക്ലൗഡാണ്. ഇത് കണ്ടെത്താൻ ഉപയോഗിച്ച രീതികൾ വിശദീകരിക്കാൻ ഒരു ഫുൾ വീഡിയോ തന്നെ വേണ്ടിവരും. അത് മറ്റൊരു അവസരത്തിൽ ചെയ്യാം. ഈ ഒരു വീഡിയോ വഴി വളരെ വളരെ സൂക്ഷ്മം എന്ന് നമ്മൾ കരുതുന്ന പല കാര്യങ്ങളുടെയും ഇമേജ് ഉണ്ടാക്കാൻ കഴിയുന്ന മൈക്രോസ്കോപ്പുകൾ ഇന്നുണ്ട് എന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്കും ഷെയറും ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. ഓർക്കുക, ഒരറിവും ചെറുതല്ല. അറിഞ്ഞിട്ടിപ്പോൾ എന്താ ഗുണം എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അറിവിൽ തന്നെ പൂർണ്ണമാണ്. താങ്ക് യു.